ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് സ്ട്രേറ്റ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ യൂഷ്വലി ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ്, intentionally kept brief because I feel it's better to discuss about one topic at a time and give it the attention it deserves. Everything I share here comes from my own job search, my own experiences, observations, mistakes, lessons and insights. My hope is simply that something I learned along the way might be useful to someone else on their journey. വീഡിയോ കാണുമ്പോൾ വിഷ്വൽസും കൂടി ഫോളോ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം പല സമയത്തും വിഷ്വൽ കോൺസെപ്റ്റ്സ് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. And I always want to say this: take what helps you, ignore what doesn't, and always follow what suits your path. I am not claiming to have all the answers. Every job search journey is different, every person is different, and every situation is different. These are simply thoughts, experiences, and insights shared with a genuine intention that they may help someone move one step closer to their goal. So, if anyone wants to get in touch, and the email is writetourish.nz@gmail.com. I'll be more than happy to help when I have a moment. So feel free to reach out whenever you want. So അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റാർ ബേസ്ഡ് ഇൻ്റർവ്യൂ ക്വസ്റ്റൻ ആണ്. ടെൽ മീ അബൌട്ട് എ കോൺഫ്ലിക്റ്റ് വിത്തിൻ യുവർ ടീം. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു എംപ്ലോയർ ചോദിക്കുമ്പോഴത്തേന് വാട്ട് ദ എംപ്ലോയർ ഇസ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഹൗ ഡു യു ബിഹേവ് ഡ്യൂറിങ് പ്രഷർ? ക്യാൻ യു കമ്മ്യൂണിക്കേറ്റ് കാംലി അണ്ടർ ഡിസഗ്രിമെൻറ്റ്സ്? ഡു യു ഫോക്കസ് ഓൺ സൊല്യൂഷൻസ് ഓർ ബ്ലെയിം? Can you handle different personalities? Do you protect team relationships? Can you solve problems professionally? Are you emotionally mature? So, ഒരു ടീമിൽ രണ്ട് പേര് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴത്തേനും നാച്ചുറലി ദർ വിൽ ബി പ്രഷർ അറൗണ്ട് ദ ടീം. ആ പ്രഷർ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ? ഇങ്ങനെ ഒരു പ്രഷർ ഉള്ളപ്പം ക്യാൻ യു സ്റ്റിൽ കമ്മ്യൂണിക്കേറ്റ് കാംലി വിത്ത് ഓൾ ദ ടീം മെമ്പേഴ്സ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ ടീം ഔട്ട്കംസ്? നമ്മൾ സൊല്യൂഷൻസിലാണോ ഫോക്കസ് ചെയ്യുന്നത്? സാധാരണ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേന് ചില ആൾക്കാരൊക്കെ ഇതൊരു ബ്ലെയിം ഗെയിം ആവും. നമ്മളൊരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണോ? ക്യാൻ യു ഹാൻഡിൽ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്? പല ആൾക്കാർക്കും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴത്തേനും പല അഭിപ്രായങ്ങളായിരിക്കും ഒരു ടീമിൽ. അങ്ങനെ പല അഭിപ്രായങ്ങളുള്ള ആൾക്കാരെ ഡീൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടാവും. ഡു യു പ്രൊട്ടക്ട് ടീം റിലേഷൻഷിപ്സ്? ഫോർ എക്സാമ്പിൾ, എന്തെല്ലാം കോൺഫ്ലിക്ട്സ് ഉണ്ടായാലും നമ്മൾ ടീം ഫോക്കസ്ഡ് ആണോ? ലൈക്ക് നമ്മുടെ ഗോൾ എപ്പോഴും ടീമിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടിയുള്ളതാണോ? ക്യാൻ യു സോൾവ് പ്രോബ്ലംസ് പ്രൊഫഷണലി? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളതിനെ പേഴ്സണലി ഡീൽ ചെയ്യാതെ പ്രൊഫഷണലി ഡീൽ ചെയ്യുന്നുണ്ടോ? ആർ യു ഇമോഷണലി മെച്വർ? നമ്മൾ മെച്വർ ആണോ ടു ഡീൽ വിത്ത് സിറ്റുവേഷൻസ് വെയർ പീപ്പിൾ ഹാവ് കോൺഫ്ലിക്ട്സ്? ലൈക്ക് നമുക്കത് ഡിപ്ലോമാറ്റിക് ആയിട്ട് കോൺഫിഡൻസോട് കൂടി ഡീൽ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് ഒരു എംപ്ലോയർ ശരിക്കും അറിയാൻ നോക്കുന്നത്. ഒരു ഹിഡൻ എംപ്ലോയർ ഫെയർ എന്ന നിലയ്ക്ക് എനിക്ക് വേണമെങ്കിൽ പറയാം, എംപ്ലോയേഴ്സ് ചിലപ്പോൾ ചിന്തിക്കുകയും ചെയ്യും, വിൽ യു റിയലി ബിക്കം ടോക്സിക് അണ്ടർ പ്രഷർ? ടെൻഷൻ വരുമ്പോഴത്തേനും നമ്മൾ ഉള്ള പ്രശ്നം കൂട്ടുമോ? ഡു യു ബ്ലെയിം അതേഴ്സ്? ചില ആൾക്കാർക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേന് അപ്പം തന്നെ അതൊരു ബ്ലെയിം ഗെയിമാണ്. ഒരു ബ്ലെയിം ഗെയിമിൽ ഇൻട്രാക്ട് ചെയ്യുന്നൊരു ടീം എന്നൊക്കെ പറയുമ്പോഴത്തേന് ആ ടീമിൻ്റെ കൾച്ചർ ഗോയിങ് ഫോർവേഡ് ഭയങ്കര റോങ് ആവും. സോ നമ്മൾ അങ്ങനെയുള്ളൊരു പേഴ്സൺ ആണോ? ആർ യു ഡിഫിക്കൽട്ട് ടു കൊളാബറേറ്റ് വിത്ത്? ആൻഡ് വിൽ യു ഡാമേജ് ടീം കൾച്ചർ? ഇതൊക്കെയാണ് ഒരു ഹിഡൻ എംപ്ലോയർ ഫിയർ. ലൈക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിയുമ്പോഴത്തേനും നമ്മളുമായിട്ട് മറ്റുള്ളവർക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലിക്റ്റ് ഉണ്ടായ ആൾക്കാരിൽ നിന്ന് മാറിപ്പോകുമോ? വിൽ യു ഡാമേജ് ടീം കൾച്ചർ? ലൈക്ക് ഇപ്പം ടീമിലൊരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, ആ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെയാണ് എസ്കലേറ്റ് ചെയ്യുന്നതും ഡീഎസ്കലേറ്റ് ചെയ്യുന്നതും? നമ്മൾ ആ സിറ്റുവേഷനെ വളരെ വലുതാക്കുമോ? അതോ ടീമിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുമോ? ഓർ വിൽ യു നമ്മൾ ആ പ്രോബ്ലത്തിനെ ഒരു ബ്ലെയിം ഗെയിമായിട്ട് കണ്ട് അതൊരു റോങ് സിറ്റുവേഷനിലോട്ടാക്കും? ഇതൊക്കെയാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ അറിയേണ്ടത്. വാട്ട് മേക്സ് എ സ്ട്രോങ് ആൻസർ ഇസ് ലൈക്ക് വി ഷുഡ് ഇൻക്ലൂഡ് കാം ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എങ്ങനെ പ്രൊഫഷണലി ആ സിറ്റുവേഷനെ ഡീൽ ചെയ്തു? ദ സെക്കൻഡ് വൺ, ഫോക്കസ് ഓൺ സൊല്യൂഷൻസ് നോട്ട് ഓൺ ബ്ലെയിം. ലൈക്ക് ഹൗ ഡിഡ് വി ഫോക്കസ്ഡ് ഓൺ സൊല്യൂഷൻ റാദർ ദാൻ ബ്ലെയിമിങ് അതേഴ്സ്? ഇമോഷണൽ മെച്യൂരിറ്റി ആൻഡ് റെസ്പെക്ട്. മ്യൂച്വൽ റെസ്പെക്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടീംസ്, ആസ് യു നോ. നമ്മൾ ആ സിറ്റുവേഷനിൽ എങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള റെസ്പെക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ അത് ഡീൽ ചെയ്തു.
ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് സൈഡ്സ്. സോ ബയസ് പാടില്ല. ഒരു ടീമിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുമ്പോഴത്തേന് നമ്മളെല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിക്കണം. ലൈക്ക് വെൻ യു സേ ദാറ്റ് ഇവൻ്റെ തെറ്റായിരുന്നു പറയുമ്പോൾ തന്നെ സിറ്റുവേഷൻസ് ഗെറ്റ്സ് ബാഡ്. സോ whenever there is a conflict between team members, നമ്മുടെ ഫോക്കസ് എപ്പോഴും ആ കോൺഫ്ലിക്റ്റ് ഫിക്സ് ചെയ്യാനായിരിക്കണം. ദ നെക്സ്റ്റ് വൺ, കൊളാബറേഷൻ ആൻഡ് ടീം വർക്ക്. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മുടെ കൊളാബറേഷൻ ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ ആ കോൺഫ്ലിക്റ്റിനെ സോൾവ് ചെയ്തത്. പോസിറ്റീവ് ഔട്ട്കം ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. ലൈക്ക് നമ്മൾ ഇതൊരു സ്റ്റാർ ബേസ്ഡ് ആയിട്ട് ആൻസർ ചെയ്യേണ്ടതാണ് കേട്ടോ. ലൈക്ക് ഐ എം ടെല്ലിങ് ഇറ്റ് ലൈക്ക് സ്റ്റാർ ബേസ്ഡ്. നമ്മൾ നമ്മുടെ ആക്ഷൻ ചെയ്തപ്പോഴത്തേന് വാട്ട് വെർ ദ ഔട്ട്കംസ് ദാറ്റ് വി ഗോട്ട് ഔട്ട് വിത്ത് ദ ആക്ഷൻസ് ദാറ്റ് വി ഡിഡ്, ആൻഡ് ഫൈനലി ലേണിംഗ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. ലൈക്ക് യു ടോക്കിംഗ് അബൌട്ട് റിസൾട്ട്. നമ്മൾ ഈ കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ അതിനെ ഡീൽ ചെയ്തത് കാരണം ഭാവിയിൽ ടീമിന് എന്തെല്ലാം ഉപയോഗമുണ്ടായി. നമുക്കിതിൻ്റെ ആൻസറിലോട്ട് പോവാം. ഈ ആൻസറിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ പേഴ്സണലി പ്രിഫർ ടു തിങ്ക് ഓഫ് ദീസ് സിറ്റുവേഷൻസ് ലൈക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഒക്കെ എല്ലാ ടീമിലും കോമൺ ആണ്. ഐ ഓൾവേസ് തിങ്ക് ദറ്റ് കോൺഫ്ലിക്റ്റ് ഈസ് എ നെഗറ്റീവ് വേർഡ്. നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് സൗണ്ട്സ് ഓൺ നെഗറ്റീവ് അല്ലേ. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഒക്കെ എല്ലാ ടീമിലും ഭയങ്കര കോമൺ ആയിട്ട് ഒക്കർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ശരിയല്ലേ? Because it's quite natural for people with different responsibilities and perspectives to see things differently. അത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ളത്. സോ one example that comes to my mind, ഞാനിപ്പോൾ ഇനി എക്സാമ്പിളാണ് പറയുന്നത്. If you look at the visual, one example that comes to my mind was like there was a software release when there was a disagreement between the QA team and the development team regarding the priority of several defects before release. വളരെ കോമൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്, എൻ്റെ ലൈഫിലുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ ഇത് ആൻസർ ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ ഡൊമൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. സോ ടെസ്റ്റേഴ്സും ഡെവലപ്പേഴ്സും തമ്മിൽ ഒരു റിലീസിന് മുന്നേ ചില ഡിഫക്ട്സിനെ പറ്റിയൊക്കെയുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ ഭയങ്കര കോമൺ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ദ ടെസ്റ്റിംഗ് ടീം ഫെൽറ്റ് സം ഓഫ് ദ ഇഷ്യൂസ് കുഡ് ഇമ്പാക്ട് യൂസേഴ്സ് സിഗ്നിഫിക്കൻ്റ്ലി, while the development team believed a few of them could be addressed in a future sprint. സോ ഇതിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് the frustration started building. And the frustration started building because everyone was focused on protecting what they believed was best for the project. So rather than focusing on ഇനി ഞാൻ ഇതിൻ്റെ ആക്ഷൻ ആണ് പറയുന്നത്. ലൈക്ക് I have already told the situation. എന്താണ് സിറ്റുവേഷൻ? There is a release that is going to happen, and there is a situation where the testers and the developers are having a conflict in terms of the bugs in the priority പറ്റി. സോ എൻ്റെ ടാസ്ക് എന്തായിരുന്നു? സോ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടെസ്റ്റിംഗ് ടീം ആൻഡ് ഡെവലപ്പേഴ്സ്. അപ്പോൾ അത് കാരണം ടെൻഷൻസ് റോസ് ഡ്യൂറിങ് മീറ്റിംഗ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിക്കം ലെസ് പ്രൊഡക്റ്റീവ്. എൻ്റെ ടാസ്ക് എന്തായിരുന്നു? മൈ റെസ്പോൺസിബിലിറ്റി വാസ് ടു എൻഷുർ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, അണ്ടർസ്റ്റാൻഡ് ബോത്ത് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഹെൽപ്പ് ദ ടീം ഫൈൻഡ് എ ബാലൻസ് സൊല്യൂഷൻ വിത്തൗട്ട് ഡാമേജിങ് റിലേഷൻഷിപ്സ് ഓർ ഡിലേയിങ് ദ റിലീസ്. സോ ഞാൻ എന്താ ചെയ്തതെന്നാണ് ഇനി ഞാൻ ആക്ഷൻ പറയുന്നത്. സോ റാദർ ദാൻ ഫോക്കസിങ് ഓൺ ഹു വാസ് റൈറ്റ് ഓർ റോങ്, ഐ ഫോക്കസ്ഡ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് പെർസ്പെക്റ്റീവ്സ്. ഞാൻ ഒരു ബയസും ഇല്ലാതെ രണ്ട് സൈഡിൽ നിന്ന് കാര്യങ്ങൾ കേട്ട് ഐ സ്പെൻഡ് ടൈം ലിസണിങ് ടു ദ കൺസേൺസ് ഫ്രം ബോത്ത് ടീംസ് ആൻഡ് ഗാതേർഡ് എവിഡൻസ് സച്ച് എസ് ടെസ്റ്റ് റിസൾട്ട്സ്, സ്ക്രീൻഷോട്ട്സ് ആൻഡ് ബിസിനസ് ഇമ്പാക്ട് ട്രാൻസ്ഫോർമേഷൻ. സോ വി കുഡ് ഹാവ് എ ഫാക്ട് ബേസ്ഡ് ഡിസ്കഷൻ. സോ ഞാൻ രണ്ട് ഭാഗം കേട്ട് തുടങ്ങി, ഒരു ബയസും ഇല്ലാതെ രണ്ട് സൈഡിൽ നിന്ന് ഞാൻ ആ രണ്ട് ടീമിൻ്റെ ഇടയിൽ ഒരു ജെല്ല് പോലെ നിന്ന്, ലൈക്ക് ഐ എം ദ ടെസ്റ്റർ ബട്ട് ഐ സ്റ്റിൽ ഐ ഇൻക്രീസ് ദ കമ്മ്യൂണിക്കേഷൻ ഇൻ മൈ ടീം. I was ready to discuss it with my developers, and I started gathering evidence. So then what happened is like we then worked together to review the issues, assess the risk, and agree on a balanced approach that address the most critical items before release while scheduling lower risk items for future work. സോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എവിഡൻസസ് എല്ലാം ഗ്യാദർ ചെയ്ത് നമ്മൾ ഒരുമിച്ച് ഒരു ടീം പോലെ ആ ഡിഫറൻസസ് എല്ലാം നമ്മൾ മാറ്റി വെച്ച് നമ്മളൊരു കോമൺ ഗോളിന് വേണ്ടി ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ റിസ്ക്കുകളൊക്കെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി വെച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ബാലൻസ് അപ്രോച്ചിൽ കൂടെ നമുക്കിത് സോൾവ് ചെയ്യാന്നുള്ളൊരു സിറ്റുവേഷനിലെത്തി. What happened due to this? As a result, communication really improved, the release was delivered successfully, and the relationship between the teams actually became stronger.
സോ വാട്ട് ഐ ഹാവ് ലേൺ, ഇനി നമ്മൾ ലേണിങ്സിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, വാട്ട് മേക്സ് എ സ്ട്രോങ് ആൻസർ, റിസൾട്ട് മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ അബൌട്ട് ദ ലേണിങ്സ് ആസ് വെൽ. സോ വാട്ട് ഐ ലേൺ ഫ്രം ദ എക്സ്പീരിയൻസ് ഇസ് ദാറ്റ് disagreements are often less about people and more about different perspectives. When people feel heard and respected, it is much easier to find a solution than that works for everyone. So എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസും ഡിഫറൻസ് ഓഫ് പെർസ്പെക്റ്റീവ്സും ഒക്കെ ഉണ്ടാവും. വി ആർ ടോക്കിംഗ് അബൌട്ട് ഡിഫറെൻറ്റ് ഹ്യൂമൻ ബീങ്സ് അല്ലേ, ആൻഡ് ദേ ഹാവ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. നമ്മൾ മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ്സ് നമ്മൾ കേൾക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, ഐ മീൻ വി ആർ far more focused to solutions rather than blame. So ഒരു ക്ലോസിംഗ് നോട്ട് പോലെ എനിക്ക് പറയാം, I have always believed that difference of opinions are normal in any team. What matters most is how we respond to them. എല്ലായിടത്തും ഇതുണ്ടെന്നുള്ളത്, acceptance is very important. നമുക്കറിയാം എല്ലാ ടീമിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസും കോൺഫ്ലിക്ട്സും എല്ലാം ഉണ്ടാകുന്നു. നമ്മൾ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇഫ് യു സ്റ്റേ റെസ്പെക്ട്ഫുൾ, കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി ആൻഡ് ഫോക്കസ് ഓൺ ദ ഷെയർഡ് ഗോൾ, those situations can actually strengthen relationships and improve teamwork rather than damage them. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ടീം ഒരുമിച്ച് നിന്ന് ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ സോൾവ് ചെയ്ത് ഒരു കോമൺ ഔട്ട്കമ്മിന് വേണ്ടി വർക്ക് ചെയ്തു എന്ന് പറയുന്ന നമ്മളൊരു ആൻസർ പറയുമ്പോഴത്തേന്, ദാറ്റ് ഷോസ് ഇമോഷണൽ മെച്യൂരിറ്റി, ദാറ്റ് ഷോസ് യുവർ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ കൾച്ചർ, ദാറ്റ് ഷോസ് യുവർ ടീം വർക്ക്, ദാറ്റ് ഷോസ് യുവർ പ്രൊഫഷണലിസം. സോ ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ whenever you are going to get a question like this, answer it very diplomatically. You form your answers with a situation, task, action and result thing, and explain it very clearly to them so that they really understand. This question will usually be asked, this question will manifest in one of those ways. ഒന്നിൽ നമുക്ക് മറ്റൊരാളോട് കോൺഫ്ലിക്റ്റ് ആയ ഒരു സിറ്റുവേഷനെ പറ്റി ചോദിക്കും, അതല്ലെങ്കിൽ നമ്മുടെ ടീമിലൊരുണ്ടായ ഒരു കോൺഫ്ലിക്റ്റിനെ പറ്റി ചോദിക്കും. need to expect ഈ ക്വസ്റ്റ്യൻ 99% ഇൻ്റർവ്യൂസിന് ചോദിക്കും, ആൻഡ് യു നീഡ് ടു ഹാവ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചേർഡ് വെരി കെയർഫുള്ളി ആൻഡ് ക്ലിയർലി. സോ ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു. ഹോപ്പ് ദിസ് ഹെൽപ്സ്. Small steps, big wins.